അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്, അഥവാ ഖബറിനെ കുറിച്ചിട്ടാണ്. നമ്മളൊക്കെ ഖബർ ജീവിതം മറന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഖബറിനെ ഒരാൾ ഓർത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാൻ കഴിയില്ല. കാരണം ഖബറിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതമായതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വരുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. കാരണം ഈ ഉദാഹരണം പറയാൻ തന്നെ കാരണം ഖബർ ജീവിതം എന്നുള്ളൊരു ഒരു കഥ മനുഷ്യർ മറന്നു കളഞ്ഞു. കാരണം ഒരുപാട് പേരെ നമ്മൾ മയ്യത്ത് കൊണ്ടുപോയി മറമാടി ഖബറിൻ്റെ അരികിൽ നിന്ന് നമ്മൾ 3 പിടി മണ്ണ് ഖബറിലേക്കിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. പിന്നെ നമ്മൾ മറന്നു. നമുക്കും ഇതുപോലെ ഈ 6 അടി മണ്ണിൽ കിടക്കണമെന്ന ഒരു കാര്യം പണ്ടൊക്കെ മയ്യത്ത് കൊണ്ടുപോയി മറമാടിയതിന് ശേഷം നമുക്കൊരു 3-4 ദിവസം വരെ ഭയങ്കര പേടിയുണ്ടാകും. ഇന്നതില്ല. ഇന്ന് മരിച്ച വീട്ടിൽ പോയാൽ ഒരു യാസീൻ ഓതാൻ പോലും സമയമില്ല, ഒരു ഫാത്തിഹ പോലും ഓതാൻ സമയമില്ല, പോയി നോക്കി വരും. അത്രയും ജീവിതത്തിന് തിരക്കാണ്. എല്ലാ തിരക്കും ഒരു നിമിഷം അവസാനിക്കും. അത്തസുർത്തുമുൽ മഖാബിർ, ഖബർ സന്ദർശിക്കുന്നത് വരെ. നമ്മൾ ഖബറിലേക്ക് എത്തുമ്പോൾ അവരുടെ തിരക്ക് അതോടെ തീർന്നു. അപ്പോൾ ആ ഖബറിനെ ഓർത്തു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. ഞാനൊരു ഉദാഹരണമായി പറയുന്നു. നമ്മളിപ്പോൾ ഖബറിലെ ജീവിതം മറന്ന് കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഖബറിനെക്കുറിച്ച് ഒരു പേടിയും വരാത്തത്. ഒരു ഏകാന്തമായ ഒരു നാട്, അവിടെ ഒരു വീട് പോലും ഇല്ല. അഥവാ വീടുണ്ടെങ്കിൽ തന്നെ ഒരു വീട്, ബാക്കി ഫുള്ള് കാട്. ആ വീട്ടിൽ ഒരാൾ തനിച്ചാണ് താമസിക്കുന്നത്. തനിച്ചാണ്, ആരുമില്ല. ഒരു വിളിച്ചാൽ വിളി പോലും കേൾക്കാൻ അയൽവാസിയില്ല, കുടുംബക്കാരില്ല. അങ്ങനെയുള്ളൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ ഓർത്ത് നോക്കൂ. എന്തൊരു ഭയാനകമാണ് ആ ജീവിതം. ഒറ്റക്ക് ഒരു വിജനമായ സ്ഥലത്ത് ഒരു ഓടിട്ട വീട്, അങ്ങനെ കരുതുക. ആ വീട്ടിൽ അദ്ദേഹം ഒറ്റക്കാണ് താമസിക്കുക. ഇനി അദ്ദേഹം ഒന്ന് പുറത്ത് പോകണമെന്ന് വെച്ചാൽ പുറത്ത് വലിയ ഇരുട്ടുള്ള കാടാണ്. സിംഹങ്ങളും കടുവയും പുലിയും ചെന്നായ്ക്കളും ഒക്കെ ഉള്ളൊരു കാടാണ്. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ? ഇനി പകലായാൽ മെല്ലെ ഇങ്ങനെ നടന്നു നീങ്ങി 2, 3, 4, 5 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു വീട് കിട്ടും, 2-3 വീട് കിട്ടും. അത്രമാത്രം ഒരു സമാധാനം. കുറച്ചും പിന്നും നടന്നാൽ അങ്ങാടി കിട്ടും. അങ്ങനെയുള്ളൊരു വിജനമായ സ്ഥലം. എന്നാലും കുറച്ച് 5 കിലോമീറ്റർ നടന്നാൽ കുറച്ച് ആൾ താമസമുള്ള 1-2 വീട് കിട്ടും എന്നുള്ളൊരു സമാധാനമുണ്ട്. എന്നാൽ ഞാൻ ഈ പറയുന്ന ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇത് പറയാനുള്ള കാരണം ഖബർ ജീവിതത്തെക്കുറിച്ച് നമ്മളെ മനസ്സിൽ നിന്ന് മാഞ്ഞതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ രാത്രി നല്ല മിന്നുണ്ട്, ഇടിയുണ്ട്, നല്ല മഴയുണ്ട്. ഒറ്റക്ക് നമ്മൾ ഒരു വിജനമായൊരു സ്ഥലത്തൊരു പള്ളി, ആ പള്ളിയുടെ ഖബർ ശ്മശാനം, ആ ശ്മശാനത്തിൽ നമ്മൾ പോയി അടപ്പെട്ട് തിരിച്ചു വരാൻ നമ്മൾക്ക് എന്തോ ഒരു കാരണത്താൽ കഴിഞ്ഞില്ല. അവിടെ എത്തുമ്പോൾ ആയിരുന്നു ഭയങ്കരമായ മഴയും ഇടിയും മിന്നും കാറ്റും. വല്ലാത്ത അവസ്ഥയിലായി. ഇവനുള്ളത് ശ്മശാനത്തിലാണ്. പള്ളിയിലെന്ന് വെച്ചാൽ ഒരു മനുഷ്യർ പോലുമില്ല, എല്ലാവരും പള്ളിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇദ്ദേഹം മാത്രം ആ ഖബറിൻ്റെ അരികിൽ ബാക്കി. പക്ഷേ രാത്രിയാണ്, പാതിരാത്രിയായി, പോകാൻ വഴിയറിയുന്നില്ല, ഇരുട്ടാണ്, കറണ്ട് പോയിട്ടുണ്ട്. വല്ലാത്തൊരു ഇടിയുടെ ശബ്ദം, മിന്നടിച്ചിങ്ങനെ വീശുന്നു, കാറ്റടിച്ച് വീശുന്നു, മിന്നറിയുന്നു, വല്ലാത്ത മഴയുണ്ട്. ഇദ്ദേഹത്തിന് എന്ത് പേടിയായിരിക്കും?
എന്നാൽ ഇടിയും മഴയും കാറ്റും എല്ലാം പോയതിന് ശേഷം ഇദ്ദേഹത്തിന് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നുണ്ട്. പക്ഷേ ഇത് എപ്പോൾ കുറഞ്ഞു കിട്ടാമെന്നാണ്. രാവിലെ വരെ എങ്ങനെ ഇദ്ദേഹം സഹിച്ചു നിൽക്കും? അതും ഒരുപാട് ഖബറാളികൾ. ഇങ്ങനെയുള്ളൊരു വിജനമായ സ്ഥലത്താണ് ഇദ്ദേഹം ബാക്കിയായിട്ടുള്ളത്. എന്നാലും അദ്ദേഹത്തിനൊരു മനസ്സിലൊരു ചിന്തയുണ്ട്, ഈ ഇടിയും മിന്നും കുറഞ്ഞാൽ രാവിലെ ആയാലും ഒരു വെളിച്ചം കിട്ടുമല്ലോ, എന്നാൽ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലായിട്ട് തപ്പിത്തടഞ്ഞെത്താമല്ലോ എന്നുള്ള ആ ഒരു ആവേശമുണ്ട്. പക്ഷേ ഇത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ദുനിയാവിൽ നിന്ന് വരല്ല. കാരണം എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു വിജനമായ സ്ഥലമാണെങ്കിൽ ഞാൻ അവിടേക്ക് പോകൂല. അഥവാ ഇരുട്ടത്ത് രാത്രി ഞാൻ ശ്മശാനത്തിലേക്ക് പോകൂല, ഇടിയും മിന്നുള്ള സമയത്ത് ഞാൻ പോകൂല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അങ്ങനത്തെ ഒരു സംഭവം നടക്കൂല. നടന്നാൽ അറ്റാക്കായി പോകും നമ്മൾ പേടിച്ചിട്ട്. എന്നാൽ അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെയുള്ളൊരു സംഭവം നടന്നാൽ നമ്മളൊരവസ്ഥ എന്തായിരിക്കും? പേടി, ഒറ്റക്ക്, ഇടിമുട്ടുന്നു, മിന്നറിയുന്നു, മഴ പെയ്യുന്നു, വലിയൊരു കാടാണ്, പള്ളിയിൽ ആരുമില്ല, ശ്മശാനത്ത് ഒറ്റക്കാണ്, ഒരുപാട് ഖബറാളികളുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യം നമ്മൾ ഓർത്തു നോക്കി എന്തായിരിക്കും അവസ്ഥ? പക്ഷേ ഇതിനേക്കാളും ഭയാനകമായ ഒരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ആളുകൾക്കും വരാനുള്ളത്. ഇതാണ് ഞാൻ ഒരു ഉദാഹരണമായി പറയാനുള്ളത്. നമ്മൾ പോയി കിടക്കേണ്ടത് ഖബറിന് ഉള്ളിലാണ്. ഖബറിൻ്റെ ഉള്ളിലാണ്. അവിടെ ഇരുട്ടാണ്, അവിടെ ആരുമില്ല, വിളിച്ചാൽ വിളി കേൾക്കാൻ ഒരാളുമില്ല, എണീച്ച് നടക്കാൻ പോലും കഴിയുന്നില്ല. അവിടെ ചൂടാണ്, അവിടെ ഒരു തണുപ്പുമില്ല, അവിടെ ഒരു വെളിച്ചവുമില്ല. അത് തേളുകളുടെ വീടാണ്, അത് പാമ്പുകളുടെ വീടാണ്, അത് തീയാൽ നിറക്കപ്പെട്ട വീടാണ്. അവിടെ നല്ലത് ചെയ്തവർക്ക്, നല്ല ഇബാദത്ത് ഇവിടെ ദുനിയാവിൽ ചെയ്തവർക്ക് അവിടെ ആശ്വാസമായിരിക്കാം, കിടക്കാം. അതല്ലാതെ ഈ ഖബർ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യർക്ക് ഖബർ ജീവിതം വല്ലാത്തൊരു അനുഭവമാണ്, വല്ലാത്തൊരു പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് രാവിലെ ആയെങ്കിൽ വീട്ടിലേക്ക് എങ്ങനെയും ആയാലും പോകാം. പക്ഷേ ഈ ഖബറിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലേക്കുള്ളൊരു യാത്രയുണ്ടോ? ഇല്ല. പിന്നെ നമ്മളെ ബാപ്പാനെ കാണാൻ പറ്റുമോ? ഉമ്മാനെ കാണാൻ പറ്റുമോ? മക്കളെ കാണാൻ പറ്റുമോ? ഭാര്യയെ കാണാൻ പറ്റുമോ? കുടുംബത്തിനെ കാണാൻ പറ്റുമോ? ചങ്ങാതിമാരെ കാണാൻ പറ്റുമോ? അയൽവാസിനെ കാണാൻ പറ്റുമോ? ഒന്നുമില്ല. ആ ഖബറിലെത്തിക്കഴിഞ്ഞാൽ ഒറ്റക്കാണവിടെ. ആരാരും വിളി കേൾക്കുന്നില്ല, ആരാരും നമ്മളെ സഹായിക്കാനില്ല. അവിടെ സഹായത്തിനെത്തുന്നത് ദുനിയാവിൽ നമ്മൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഖബറിലേക്ക് നല്ല തണലായി വരും, നല്ല സൗഹൃദമായി, നമ്മൾക്ക് ചങ്ങാതിയായി, കൂട്ടുകെട്ടിനായി നമ്മളോതിയ ഖുർആൻ പാരായണം, അതുപോലെ നമ്മൾ ചൊല്ലിയതായ സലാത്ത്, സിക്ർ, ഇതൊക്കെ നമ്മൾക്ക് ഒരു തണലായി വരും, ആശ്വാസമേകും. അതല്ലാത്ത ജീവിതമാണ് ദുനിയാവിൽ നമ്മൾ ജീവിച്ചത് എങ്കിൽ, ഖബറിനെ മറന്നിട്ടാണോ നമ്മൾ ജീവിച്ചത് എങ്കിൽ ആ ഖബറിൽ വല്ലാത്ത പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. തീയാൽ നിറക്കപ്പെട്ട വീടാണ്. പാമ്പുകളുടെ കടി കൊണ്ട് നമ്മൾ ഒരു പാമ്പ് ഒരു നിമിഷം നമ്മളെ കൊത്തി, ആ വേദന 1000 കൊല്ലം ആ വേദന അനുഭവിക്കേണ്ടി വരും ഓരോ കൊത്തിനും. സുബ്ഹി നിസ്കരിക്കാത്തവനെ ളുഹർ വരെയും കൊത്തിക്കൊണ്ടിരിക്കും, ളുഹർ നിസ്കരിക്കാത്തവനെ അസ്ർ വരെ പാമ്പ് കൊത്തിക്കൊണ്ടിരിക്കും. സുജാഉൽ അക്ര എന്നൊരു പാമ്പാണ്, വല്ലാത്ത വിഷമുള്ള പാമ്പാണ്. അതിൻ്റെ വേദന 1000 വർഷം, ഒരു കൊത്തിയാൽ 1000 വർഷം അതിൻ്റെ വേദന. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? പാമ്പ് മാത്രമല്ല, അവിടെ തേളുണ്ട്, അവിടെ പുഴുക്കളുണ്ട്. ഇതെല്ലാം മനുഷ്യനെ കാത്തിരിക്കുകയാണ്. ഖബറിൻ്റെ ഞെരുക്കം, മുൻകർ നക്കീർ അലൈഹിസ്സലാമിൻ്റെ ചോദ്യവും ശിക്ഷയും, എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഇത് മറന്നിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇത് ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഞാനിങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത്. ഒരുപാട് പേര് കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു രീതിയിൽ
ഈ ഒരു അവസ്ഥയിലുള്ളവർ ഞാൻ ക്ലാസ് എടുക്കാൻ കാരണം. അപ്പോൾ ഒരു ഉദാഹരണമായി പറഞ്ഞ് തന്നെ നമ്മൾ ഓർക്കുക, ദുനിയാവിൽ നമ്മൾ ഒറ്റപ്പെട്ട ഒരു ശ്മശാനത്തിൽ ഒറ്റപ്പെട്ടു പോയി, അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റുന്നില്ല. അവിടെ ഇരുട്ടാണ്, ഇടിമുട്ടുന്നുണ്ട്, മിന്നറിയുന്നുണ്ട്, വല്ലാത്ത കാറ്റുണ്ട്, ഒരു മനുഷ്യരില്ല സഹായത്തിന്, നമ്മളെ കയ്യിലൊരു ടോർച്ച് പോലുമില്ല. എന്നാലും നമുക്കൊരു സമാധാനം എന്താണ്? ഈ കാറ്റും ഇടിയും മിന്നും കുറഞ്ഞാൽ ഒന്ന് വെളിച്ചം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാവിലെ ഒന്നായാൽ എങ്ങനെയും ആയാലും നമ്മൾ വീട്ടിലേക്ക് എത്താം എന്നാണ്. പക്ഷെ ഖബറിനുള്ളിലെത്തിക്കഴിഞ്ഞാൽ അതൊന്നുമില്ല. ഇത് ഖിയാമത്ത് നാൾ വരെ അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ പരലോകത്തേക്ക് വേണ്ടി, ആ ഖബർ ജീവിതത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കണം ഒരുപാട് സൽക്കർമ്മങ്ങൾ. എത്ര നമ്മൾ തെറ്റുകുറ്റങ്ങളാണ് ഈ ജീവിതത്തിൽ നമ്മൾ വാരിക്കൂട്ടുന്നത്. എത്ര തെറ്റുകൾ. മറ്റുള്ളവരെ കിബത്ത് പറയുന്നു, ഒരാവശ്യമുണ്ടോ? മറ്റുള്ളവരെ ഫസാദ് പറയുന്നു, പരദൂഷണം പറയുന്നു, അഹങ്കരിച്ചു കൊണ്ടുള്ള ജീവിതം, അനാവശ്യങ്ങളിങ്ങനെ പറഞ്ഞു നടക്കുക, മൊബൈലിലൂടെ അശ്ലീലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, യൂട്യൂബിൽ ഒരുപാട് ആവശ്യമില്ലാത്ത വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുക, ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇഷ്ടം പോലെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുക. എത്ര തിന്മകളാണ്. റക്കീബ് ഹത്തീദ് അലൈഹിസ്സലാം, ആ എഴുതപ്പെടുന്ന മലക്ക് നമ്മളെ തിന്മകളിങ്ങനെ എഴുതി കൂട്ടുന്നത്. ഇതെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇതെല്ലാം നാളെ വലിയൊരു ഭാരമായില്ലേ? ആ ഖബറിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു അവസ്ഥ എന്തായിരിക്കും? ഈ തിന്മകൾ കൊണ്ട് നമ്മൾ ഖബറിലേക്ക് എത്തിയാൽ ആ ഖബറ് നമ്മളോട് ചോദിക്കും. ആദ്യം ഖബറ് ചോദിക്കും, 10 ചോദ്യം ഖബറ് ചോദിക്കാനുണ്ട്. എന്താണ് വസയായിലമു ഹഖീഖത്ത ഹാൽ, എന്താണ് എൻ്റെ തനി സ്വഭാവം നിങ്ങൾക്കറിയുമോ? കുല്ലുമൻ ജുഹൂദ്, ഓരോ നിഷേധികളും എൻ്റെ സ്വഭാവം അറിയും ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. ഫഹൈദലി അൽ ഉദ്ദത്ത് മിന സ്വലാത്തി വസുയാമി വ തിലാവത്തിൽ ഖുർആൻ, എന്താണ് എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്നത് എനിക്ക് സമ്മാനമായി? ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ ഈ 60 കൊല്ലം 70 കൊല്ലം അല്ലെങ്കിൽ 40 കൊല്ലം 30 കൊല്ലം ജീവിച്ച നിങ്ങൾ എന്താണ് എനിക്ക് വേണ്ടി സമ്മാനമായി കൊണ്ടുവന്നതെന്ന് ഖബർ ചോദിക്കുമ്പോൾ എന്താണ് നമ്മളെ കയ്യിലുള്ളത്? എവിടെയാണ് ഇബാദത്തുള്ളത്? കുറച്ച് ഇബാദത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊൻ്റെ കീബത്ത് പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് ഇങ്ങനെ വിതരണം ചെയ്തു. പള്ളിയിൽ പോയി നിസ്കരിച്ച് വരുമ്പോഴേക്ക് നിസ്കാരമില്ല, അത് മറ്റുള്ളവർക്ക് കൊടുത്തു കീബത്ത് പറഞ്ഞ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് കീബത്ത് പറഞ്ഞ് ആ നിസ്കരിച്ചതും സൽക്കർമ്മങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്തു. പിന്നെ എവിടെയാണ് നമ്മൾക്ക് സൽക്കർമ്മമുള്ളത്? തിന്മയാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. ഇതോർക്കണം. നമ്മളെ കയ്യിൽ ഇബാദത്തില്ലെങ്കിൽ, സൽക്കർമ്മങ്ങളില്ലെങ്കിൽ ആ ഖബറിൽ പോയി ഒറ്റയ്ക്ക് കടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, അനുഭവിക്കേണ്ടി വരും. ഓർക്കണം, ഈ ഭയാനകമായ ഈ ഖബറിനെ ഓർക്കണം. എന്തായാലും മരിച്ചേ തീരൂ. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, ഓരോ മനുഷ്യരും മരണത്തിൻ്റെ രുചി അറിയുന്നതാണ്. മരിക്കും, ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ. പെട്ടെന്നുള്ള മരണം വർദ്ധിച്ചു വരുന്നു. എത്ര ആളുകളാണ് അറ്റാക്ക് സംഭവിക്കുന്നത്? പണ്ടൊക്കെ 100 വയസ്സ്, 110, 120 വയസ്സ് വരെ ജീവിക്കുന്നു. ഇന്നാണെങ്കിൽ പെട്ടെന്ന് ചെറുപ്പക്കാർ മരിച്ചു വീഴുന്നു. അള്ളാഹു തആല നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി മുതൽ എൻ്റെ ഈ ക്ലാസ് കേട്ട എല്ലാവരും ഖബറിനെ ഓർത്ത്, ആ ഖബറിൽ പോയി ഒറ്റയ്ക്ക് കിടക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ഓർത്ത് നമ്മളൊക്കെ നല്ല പോലെ ഇബാദത്ത് ചെയ്ത് നല്ല തഖ്വയോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അതിനുവേണ്ടി എന്നും ദുആ ചെയ്യണം. നല്ല സ്വഭാവമുള്ളവരായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്കൊക്കെ ഈ വീഡിയോ ഫോർവേഡ് ചെയ്യുക.